ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഗോവയിൽ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് കുറച്ചധികം ദൂരെയൊക്കെയാണ് ഈ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി ഇല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് വാടകയ്ക്ക് കിട്ടും. അതായത് ആക്റ്റീവ കിട്ടും, ബൈക്ക് കിട്ടും, കാറ് കിട്ടും, ജീപ്പ് കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും. പിന്നെ പല ആൾക്കാരും പല റേറ്റ് ആയിരിക്കും പറയുന്നത്. ഞങ്ങളപ്പോൾ ആക്റ്റീവയാണ് എടുത്തത്. ഞങ്ങൾക്ക് ഒരു ദിവസം 500 രൂപ എന്നുള്ള നിരക്കിലാണ് അവർ ഞങ്ങൾക്ക് വണ്ടി തന്നത് കേട്ടോ. അപ്പോൾ 3 ദിവസത്തേക്കാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ID പ്രൂഫ് നമ്മളവിടെ കൊടുക്കണം. പിന്നെ 3 ദിവസത്തെ പൈസയും ഒരു എക്സ്ട്രാ 1000 രൂപയും അവിടെ കെട്ടി വെക്കണം കേട്ടോ. എന്നാലേ അവന്മാർ വണ്ടി തരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പിന്നെ അവിടെ കൂടുതലും ചിലവ് വന്നത് ഇതേപോലെ വണ്ടിക്കും പെട്രോള് അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ അതേപോലെ തന്നെ ഫുഡ് കേട്ടോ. ഫുഡ് നല്ല രീതിയിൽ ഇവിടെ എമൗണ്ട് ആകുന്നുണ്ട്. ഒരു കടയിൽ കയറി ഒരു മസാല ദോശയും വടയും ചായയും കുടിച്ചാൽ തന്നെ 300 രൂപ ആ ഒരു റേഞ്ച് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് കൂടുതലും ചിലവായിട്ട് തോന്നിയത്, ഫുഡിനും ഇതേപോലെ പെട്രോളൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡേ ഫസ്റ്റ് പോയത് ഞങ്ങൾ ബസേലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിനെ ഇപ്പോഴും അഴുകാത്ത ശരീരം അപ്പോൾ നമ്മൾ ഗോവയിലെത്തിയിട്ട് 2ാമത്തെ ദിവസമായിട്ടുണ്ട്. ഒരു ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് പള്ളിയുടെ പേരൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പകുതിയോളം എത്തി, കുറച്ചും കൂടെ ഉള്ളൂ. ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ ഗോവ ഏരിയ തന്നെയാണ്, പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഉണ്ട്. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ കൂടെ ഞങ്ങൾ എവിടെയോ അതല്ല. ചേച്ചി നമ്മളെ നോക്കി ചിരിച്ചിട്ട് പോകുന്നത് ബസേലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിനെ അടക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അടക്കിയെന്ന് പറയാൻ പറ്റത്തില്ല, ആളുടെ അഴുകാത്ത ശരീരം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് കേട്ടോ ഈ ബസേലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണെങ്കിലും ഞങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഫസ്റ്റ് ഡേ കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അവിടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ പള്ളിയിലോട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സെക്കൻഡ് ഡേ ആദ്യം തുടങ്ങുന്നത് ഈ പള്ളിയിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പം അപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് ഇപ്പോഴത്തെ പുതിയ പള്ളി. ഇതാണ് പഴയ പള്ളി കേട്ടോ. അതായത് ഇവിടെയാണ് ആളുടെ ശരീരമൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും പള്ളിയുടെ അകമൊക്കെ പോയി കണ്ടിട്ട് വരാം. ഇവിടെ ഞങ്ങൾക്ക് ക്യാമറയും ഫോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അലൗഡ് അല്ല. അതായത് നമുക്ക് ഫോട്ടോഗ്രാഫി, അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി പറ്റത്തില്ല. നമുക്ക് ഈ വെളിയിലത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അകത്തോട്ട് നമുക്ക് അവിടെ തന്നെ അവർ ഇത് വെച്ചിട്ടുണ്ട്, ക്യാമറയും ഇതുമെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് അതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറി പുണ്യാളനെ കണ്ടു. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ അകത്തെന്ന് പറയുന്നത് വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിൻ്റെ ഈ ഒരു പള്ളിയുടെ ഉണ്ടാക്കിയിരിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കട്ട എന്ന് പറയുന്ന ഒരുമാതിരി ചരലൊക്കെ പോലെ തോന്നും കേട്ടോ നമുക്ക്. മറ്റേ നമ്മുടെ ഒരു വെട്ടുകല്ലില്ലേ, ആ ഒരു സംഭവം അല്ല ശരിക്കും. ഇത് ശരിക്കും ഒരു ചരലൊക്കെ പോലെ നല്ല രസമാണ്, ഭയങ്കര ഉറപ്പാണ്. ഞാനപ്പോൾ ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പറയുക, ഞങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല അതുപോലത്തെ സൈസിലെ കല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു മറ്റേ വെട്ടുകല്ലായിരിക്കുമെന്ന്, പക്ഷേ ഇത് വെട്ടുകല്ലല്ല, ഇതല്ലാതെ എന്തോ ചരൽ ഭയങ്കര ഉറപ്പുള്ള ഒരു ഇതും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ശരീരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പള്ളിക്കകത്തെന്ന് പറയുന്നത് പിന്നെ കൊന്തയും ബൈബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഡിസ്പ്ലേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ അതൊന്നും
ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല, അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ടുള്ളതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ വെളിയിലൊക്കെ നിന്നിട്ട് ആ ഒരു പള്ളിയുടെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു അവിടുന്ന് പിന്നെ അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോൾവ ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാ എന്താ നമ്മുടെ ഡിസംബർ അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ വഴിയരികിലൊക്കെ അവർ ക്രിസ്മസിൻ്റെ ആ ഒരു ഇതെല്ലാം എന്താ എടുത്ത് മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ റോഡിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഈ ഗോവയിൽ ഇഷ്ടംപോലെ നമ്മുടെ ക്രിസ്ത്യൻ ചേർച്ചുകളുണ്ട്. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ട വേറൊരു ചർച്ചാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയും കൂടി കയറി, പക്ഷെ അത് തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ പിന്നീട് ഞങ്ങൾ ബീച്ചിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ കോൾവ ബീച്ചിലോട്ടാണ് പോയത്. അതായത് ഞങ്ങൾ എന്താ നമ്മുടെ പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഉള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ അല്ലെങ്കിൽ ബീച്ചുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കയറി കണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കോൾവ ബീച്ചാണ് കണ്ടത്. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയായിട്ടോ. നമ്മുടെ ഗൂഗിൾ അമ്മച്ചീനെയും സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് ഞാൻ വഴിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു പഴയ രീതിയിലുള്ള ഒരു പണ്ടത്തെ എന്തോ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പള്ളിയും കണ്ടു. പക്ഷെ ഞങ്ങൾ അവിടെ നിർത്തിയൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ആ വഴിയിൽ കണ്ട് നല്ല രസമുണ്ട്. ഈ പഴയ രീതിയിലുള്ള ആ ഒരു ആർക്കിടെക്ചറൊക്കെയാണ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വെന്യൂ എന്ന് പറയുന്നത് കോൾവ ബീച്ചാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ബീച്ച് എത്താറായിട്ടുണ്ട്. നമുക്കൊരു പള്ളിയിൽ നിന്ന് ഒരു 37 കിലോമീറ്റർ ഉണ്ടാകും. അതെ, നമ്മൾ എത്താറായിട്ടുണ്ട്. അടുത്തെത്താറായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ. ഏകദേശം എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ കോൾവ ബീച്ച്. You have arrived. അപ്പം നമ്മൾ കോൾവ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് കോൾവ ബീച്ചാണ്. ഞങ്ങൾ അതായത് വിസിറ്റ് ചെയ്തതിനകത്ത് ബീച്ചിൽ ഫസ്റ്റ് നമ്മൾ കോൾവ ബീച്ചിലോട്ടാണ് വന്നത്. പിന്നെ ആളെനിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നൈസായിട്ട് അങ്ങോട്ട് നടന്ന് ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള തിടുക്കത്തിലായിരുന്നു. നിന്റെ നോട്ടം കണ്ടായിരുന്നു. നിങ്ങൾ വേറെ കണ്ടോട്ടൊക്കെയാണ് നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ നോക്കിയത്. ബീച്ചിലെ എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല ഗൈസ്, സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ വരാനായിട്ട്. അതേപോലെ ഞങ്ങൾ ഇതേപോലെ ബീച്ചിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ നേരം ബീച്ചിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നു, കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു. അതിൻ്റെ ഇടയിൽ കുറേ വഴക്കം കഴിഞ്ഞു, എന്നാലും ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ കുറേ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ വീഡിയോസും അതും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെ ബീച്ചിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പാരച്യൂട്ട്, അത് പിന്നെ ബോട്ടിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ പിന്നെ ആൾ പറഞ്ഞു വന്നാൽ നമുക്ക് ബോട്ടിൽ കയറാം. അപ്പം ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ചെറിയ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്, എന്നാലും ഇതേപോലെയുള്ള ബോട്ടിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കയറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ധൈര്യമൊക്കെ സംഭരിച്ച് കയറിയിരുന്നു. അപ്പോൾ ഇവർ അധികം ദൂരമൊന്നും നമ്മളെ കൊണ്ടുപോകത്തില്ല, ഒരു മിനിമം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അവർ തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ പെർ ഹെഡ് 500 രൂപയാണ് കേട്ടോ. എൻ്റെ കൊച്ചു പേടിച്ചിരിക്കുന്നത്, പേടിക്കണ്ട. എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബോട്ടിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവർ പെർ ഹെഡ് 500 രൂപയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അതായത് ആ ഒരു ബോട്ടിലൊക്കെ. അപ്പോൾ ചിലർ വേണമെങ്കിൽ വേറെ ആയിരിക്കും പൈസ. ഞങ്ങൾ കയറിയ ആ ഒരു ബോട്ടിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ചാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ പകുതി വരെ നമ്മളെ കൊണ്ടുപോകും, തിരിച്ച് നമ്മളെ കൊണ്ടുവന്ന് ഇറക്കി കേട്ടോ. നല്ല രസമായിരുന്നു എന്തായാലും. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് വീഡിയോസൊക്കെ എടുത്ത് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ തലവേദന എടുക്കുന്നു. എൻ്റെ കൊച്ചിന് തലവേദനയാണ്. ടയർഡായിരുന്നു. ബോട്ടിലൊക്കെ പോയതിൻ്റെ ഒരു വിഷമമാകുന്നു. ഞാൻ മുഖമൊക്കെ വാടിയിരിക്കുന്നു. കലിപ്പില്ല കേട്ടാ. ഇഷ്ടപ്പെട്ടോ? ബീച്ച് ഇഷ്ടപ്പെട്ടോ? ഇല്ല.